കളക്ടർമാർ ഇടപെട്ട കാര്യമായതുകൊണ്ട് നമുക്ക് അനുകൂലമായി ഒരു കാര്യവും നടക്കൂല. ഓ ഇൻഷാ അല്ലാ, ഈ വീടും പറമ്പും വാങ്ങിക്കാനായിട്ട് കുറെ രൂപ ആ വടിവാളിന് കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. അതിനെ ഇങ്ങ് തിരിച്ചു കിട്ടുമെന്നാ എന്റെ പേടി. നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവും പറഞ്ഞിരിക്കുന്ന എന്തിനാ? എന്ത് വന്നാലും ഞങ്ങളല്ലേ അനുഭവിക്കുന്നേ, നിങ്ങളല്ലല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? നിങ്ങൾ അങ്ങനെ കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട. എന്റെ ദൈവമേ, ഒരു 100,000 വഴിപാടുകൾ നേർന്നതാ ഈ മാരണം വരാതിരിക്കെ. പിന്നെ വലിഞ്ഞു കയറി. നിനക്ക് ഞങ്ങളോടൊക്കെ ഇത്രയ്ക്കും വൈരാഗ്യം എന്തോ ദൈവമേ? എടി അടങ്ങിക്കടി. നിന്റെയൊക്കെ അഹങ്കാരം കൊണ്ടാ എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കാത്തത്. ഓ അവൾ അമ്മായിയമ്മയെ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എടി ദൈവത്തിന്റെ പര്യായ പദമാണ് അമ്മായിയമ്മ. ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് കരുതി എല്ലാവരും പേടിച്ചിരിക്കണോ? അല്ല മോളെ, കളക്ടറല്ലേ തിരുഭാഗത്ത്? രാധമേ, ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് മഹാരാജാക്കന്മാർ. കളക്ടറും കൂട്ടരും നമ്മളെ നേരിടുന്നത് അധികാരം കൊണ്ടാണ്. നമ്മൾ അതിനെ പ്രതികരിക്കുന്നത് നീതിയും ന്യായവും കൊണ്ടാ. കാരണം അർഹതപ്പെട്ട നീതി നമുക്ക് കിട്ടിയേ പറ്റൂ. എവള് ഞാൻ വിചാരിച്ചതുപോലെ അല്ല. എന്റെ മരുമോളെ പോലെ വാഴയല്ല, ഒരു മന്ത്രിയാവാനുള്ള പവറൊക്കെ ഉണ്ട്. രാധമ്മയും വേണമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഒരു ദ്രോഹം നമ്മൾ ചെയ്തിട്ടുണ്ടോ? മാന്യതയ്ക്കും മര്യാദയ്ക്കും ജീവിക്കുന്ന നമ്മുടെ നേരെ ഇത്തരം അനീതി ആക്രമണങ്ങളും വരുമ്പോ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണം. മോളെന്താ പറഞ്ഞു വരുന്നത്? എന്താ മോളുടെ ഉദ്ദേശം? അത് ഞാൻ പറയാം. അതിനു മുൻപ് നിങ്ങളുടെയൊക്കെ ഈ പേടി മാറ്റിയേ പറ്റൂ. ഈ വീട് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചതാ. ഭാസ്കരൻ അത് നമുക്ക് വിലയ്ക്ക് തന്നതിന് റെക്കോർഡും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? ധൈര്യപൂർവ്വം നേരിടണം. ഭയന്ന അടുക്കളയിൽ മാറി നിന്ന് വിഷമിച്ച് കരഞ്ഞു തീർക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ആ പറഞ്ഞത് കറക്റ്റ്.